നിങ്ങൾ ഒറ്റയ്ക്കാണോ? എങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഭൂരിഭാഗം ആളുകളും ഒറ്റപ്പെടലിനെ ഭയപ്പെടുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തനിച്ചായിരിക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് മാറ്റത്തിന്റെയും വിജയത്തിന്റെയും താക്കോലാണ് എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഒരു ജ്ഞാനിയുടെയും രാജകുമാരന്റെയും കഥയിലൂടെ ഈ ശക്തി കണ്ടെത്താൻ പോകുന്നു. തുടർന്ന് ഏകാഗ്രത നമ്മുടെ സാമ്പത്തിക ജീവിതത്തിലും എങ്ങനെ വിജയം നേടാൻ സഹായിക്കുമെന്നും പരിശോധിക്കും. നമസ്കാരം സുഹൃത്തുക്കളെ. തിരക്കിട്ട ഈ ലോകത്തിൽ നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചുവെച്ച ഒരു അതിശക്തിയുണ്ട്. അതാണ് തനിച്ചിരിക്കുന്നതിന്റെ ശക്തി, അഥവാ പവർ ഓഫ് ബീയിങ് അലോൺ. ഏകാന്തത അഥവാ ലോൺലിനെസ് എന്ന വിഷാദകരമായ അവസ്ഥയിൽ നിന്ന് മാറി സ്വയം തിരഞ്ഞെടുക്കുന്ന ഏകാന്തത അഥവാ സോളിറ്റ്യൂഡ് എങ്ങനെ ഒരുവനെ മാറ്റിയെടുക്കുമെന്ന് ഒരു കഥയിലൂടെ ഇന്ന് നാം മനസ്സിലാക്കാൻ പോവുകയാണ്. ഈ യാത്രയിൽ അവസാനം വരെ ഞങ്ങളോടൊപ്പമുണ്ടാവുക. പണ്ട് ശാന്തമായൊരു കുന്നിൻ ചെരുവിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു മഹാനായ ജ്ഞാനി തന്റെ ആശ്രമം സ്ഥാപിച്ചു. ജ്ഞാനം തേടിയെത്തുന്ന ആയിരങ്ങളുടെ അഭയകേന്ദ്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ തികച്ചും വ്യത്യസ്തത നിറഞ്ഞതും ശക്തിയേറിയതുമായിരുന്നു. അദ്ദേഹം ആദ്യം തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശങ്ങളിലൂടെ അറിവ് നൽകും. പിന്നീട് ആ അറിവുകൾ പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് പരിശീലിപ്പിക്കും. വെറും കേട്ടറിവല്ല, അനുഭവിച്ച അറിവായിരുന്നു അദ്ദേഹത്തിന്റെ പാഠങ്ങൾ. അതിലൂടെ അദ്ദേഹത്തിന്റെ പ്രശസ്തി ചുറ്റുമുള്ള രാജ്യങ്ങളിലെല്ലാം അതിവേഗം പടർന്നു. എല്ലാവരും അദ്ദേഹത്തെ ഒരു വിശുദ്ധനായി കണക്കാക്കി. അങ്ങനെയിരിക്കെ ഒരിക്കലൊരു വലിയ രാജാവ് തന്റെ ഏക മകനെയും കൊണ്ട് ആശ്രമത്തിലെത്തി. രാജാവ് വിനയത്തോടെ, "മഹാത്മാവേ, എന്റെ മകനെ അങ്ങയുടെ ശിഷ്യനാക്കി സ്വീകരിക്കണം. രാജകീയ ചിന്താഗതികളിൽ നിന്ന് മാറി ജീവിതത്തിന്റെ യഥാർത്ഥ ജ്ഞാനം ഇവൻ അങ്ങ് പകർന്നു നൽകണം." ജ്ഞാനി പുഞ്ചിരിയോടെ പറഞ്ഞു, "രാജാവേ, നിങ്ങൾ പോകുക. ഇന്നു മുതൽ ഇവന്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും എന്റെ ചുമലിലാണ്." രാജാവ് പോയപ്പോൾ ജ്ഞാനി രാജകുമാരനെ അടുത്തേക്ക് വിളിച്ചു. ജ്ഞാനി പറഞ്ഞു, "കുഞ്ഞേ, ഇവിടെ ദരിദ്രന്റെ മകനും ധനികന്റെ മകനും ഒരുപോലെയാണ്. എന്നാൽ നീ നിന്നെ മറ്റുള്ളവരെക്കാൾ ഉയർന്നവനായി കാണുകയാണെങ്കിൽ നിനക്ക് എന്റെ അടുക്കൽ നിന്ന് ഒന്നും പഠിക്കാൻ കഴിയില്ല. നിന്റെ ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുമ്പോഴേ ജ്ഞാനം ഉള്ളിൽ പ്രവേശിക്കൂ." രാജാവ് പോയത് മറ്റു കുട്ടികൾ കണ്ടതിനാൽ ഇവൻ രാജകുമാരനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സ്വാഭാവികമായും കുട്ടികൾ അവനിലേക്ക് ആകർഷിക്കപ്പെട്ടു. അവർ രാജകുമാരനെ വലിയ ബഹുമാനത്തോടെയും കൗതുകത്തോടെയും നോക്കി. രാജകുമാരന്റെ ചുറ്റും എപ്പോഴും ആളുകൾ കൂടി. അവരവനെ പ്രത്യേകമായി പരിഗണിച്ചു. ഞാൻ ഇത് ശ്രദ്ധിച്ചു. രാജകുമാരന്റെ ഉള്ളിൽ വീണ്ടും ഞാൻ രാജകുമാരനാണ് എന്ന ഭാവം വളർന്നു തുടങ്ങി. അവന്റെ ശ്രദ്ധ പഠനത്തിൽ നിന്ന് മാറി മറ്റുള്ളവരുടെ അംഗീകാരം നേടുന്നതിലായി. അവൻ എപ്പോഴും കൂട്ടത്തിലായി. ഒടുവിൽ ജ്ഞാനി ഒരു ദിവസം അവനെ വിളിച്ചു. "മോനെ, നിന്റെ പഠനം തുടങ്ങിയിട്ടില്ല. നീ ഇനിയും ഒറ്റപ്പെട്ടിട്ടില്ല. ഒരു യോദ്ധാവ് കളരിയിലെ തിരക്കിൽ നിന്ന് മാറി തനിച്ചു പരിശീലിക്കുമ്പോഴാണ് അവന്റെ ശക്തി അറിയുന്നത്. അതുപോലെ നീ ഒറ്റയ്ക്ക് ധ്യാനിക്കേണ്ടതുണ്ട്" എന്നു പറഞ്ഞു. ജ്ഞാനി അവനെ ആശ്രമത്തിൽ നിന്ന് അല്പം അകലെയുള്ള ആരും കടന്നു ചെല്ലാത്ത ഒരു തകർന്ന കോവിലിലേക്ക് മാറ്റി. അവിടെ ദിവസങ്ങളോളം ഒറ്റയ്ക്ക് ധ്യാനിക്കാനും ആത്മപരിശോധന നടത്താനും നിർദ്ദേശിച്ചു. തുടക്കത്തിൽ രാജകുമാരൻ ഉരുകിയൊഴുകി കരഞ്ഞു. ഒറ്റപ്പെടൽ അവനെ വല്ലാതെ അലട്ടി. ഈ ഒറ്റപ്പെടൽ രാജകുമാരനെ പേടിസ്വപ്നം പോലെയായിരുന്നു. അവന്റെ മനസ്സ് പഴയ കൊട്ടാരത്തിലെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് അലഞ്ഞു. തന്റെ ഏകാന്തതയിൽ അവൻ അസ്വസ്ഥനായി. അംഗീകാരത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കാനുള്ള അവന്റെ ആദ്യത്തെ പരീക്ഷയായിരുന്നു അത്. 4-ാം ദിവസം മുതൽ അവൻ ശാന്തനായി. ലോടത്തിന്റെ ശബ്ദങ്ങൾ അടങ്ങിയപ്പോൾ സ്വന്തം മനസ്സിന്റെ ശബ്ദം അവൻ കേട്ടുതുടങ്ങി. അവന്റെ ഉള്ളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ പതിയെ തെളിഞ്ഞുവന്നു. 7 ദിവസങ്ങൾക്ക് ശേഷം ജ്ഞാനി രാജകുമാരനെ കാണാൻ വരുന്നു. രാജകുമാരന്റെ കണ്ണുകൾ തിളങ്ങുന്നു. ജ്ഞാനി പുഞ്ചിരിയോടെ, "ഇനി എന്താണ് നിനക്ക് തോന്നുന്നത് രാജകുമാര?" രാജകുമാരൻ വിനയത്തോടെ തലകുനിച്ചു പറഞ്ഞു, "ഗുരു, 7 ദിവസം ഞാൻ ആൾക്കൂട്ടത്തിന്റെ ശ്രദ്ധയില്ലാതെ എന്റെ ചിന്തകളോടൊപ്പം കഴിഞ്ഞു. ഞാൻ എന്റെ കുറവുകൾ കണ്ടു, എന്റെ ശക്തി തിരിച്ചറിഞ്ഞു. ഏകാന്തതയാണ് എന്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. ഇവിടെ ആരും എന്റെ സ്ഥാനം നോക്കി വന്നില്ല. ജ്ഞാനം ലഭിക്കാൻ ആദ്യം നാം നമ്മിലേക്ക് തന്നെ ചുരുങ്ങണം. ഒറ്റയ്ക്കിരിക്കുമ്പോൾ
പുറം ലോകത്തെ സ്വാധീനമില്ലാതെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുന്നു. ഇതാണ് ഒറ്റയ്ക്കിരിപ്പിന്റെ ശക്തി. ഈ ആന്തരിക നിയന്ത്രണത്തിന്റെ പാഠം നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം? നമ്മുടെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തിന്റെ കാരണം മറ്റെവിടെയുമല്ല, നമ്മുടെ അനിയന്ത്രിതമായ ചിലവുകളിൽ തന്നെയാണ്. ഒന്നാമത്തെ ചിലവ്, മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള മാങ്ങലുകൾ. ലുക്ക് അറ്റ് മീ നൗ എന്ന ചിന്താഗതിയാണിത്. നമ്മുടെ ജീവിതം സുഹൃത്തുക്കളെയും അയൽക്കാരെയും സഹപ്രവർത്തകരെയും ആകർഷിക്കാൻ വേണ്ടിയുള്ള ഒരു നിരന്തരമായ പ്രകടനമായി മാറുന്നു. ഇതിലൂടെ നാം വാങ്ങിക്കൂട്ടുന്നത് വിലയേറിയ ബാധ്യതകളാണ്. ഒരു പുതിയ കാർ, ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, ഇതെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ സന്തോഷമോ പ്രയോജനമോ നൽകുന്നില്ല. ഇവയെല്ലാം നമുക്ക് നഷ്ടം മാത്രമേ വരുത്തൂ. നിങ്ങൾ ശരിക്കും ഒരു സമ്പന്നനാവാനും ആ പാതയിൽ സഞ്ചരിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചിലവുകൾ ഉടൻ നിർത്തണം. അതേ പണം നിക്ഷേപത്തിൽ ചെലുത്തണം. ഞാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉപേക്ഷിക്കാനല്ല പറയുന്നത്, മറിച്ച് യഥാർത്ഥത്തിൽ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. മറ്റൊരാൾ വാങ്ങിയത് കണ്ടിട്ട് ഒരു സാധനവും ഒരിക്കലും വാങ്ങരുത്. രണ്ടാമത്തെ ചിലവ്, കമ്പനികളുടെ സ്കീം മായകൾ. ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ ബ്രാൻഡുകൾ പലതരം സ്കീമുകൾ അവതരിപ്പിക്കുന്നു. ഈ ഓഫറുകൾ നമ്മെ ആകർഷിക്കാനുള്ള ഒരു തന്ത്രം മാത്രമാണ്. നമ്മളിൽ പലരും അത് തിരിച്ചറിയുന്നില്ല. ഈ പ്രലോഭനങ്ങളിൽ വീണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ പോലും നമ്മൾ വാങ്ങുന്നു. ഉദാഹരണത്തിന്, ഒരു വാച്ച് പകുതി വിലയ്ക്ക് കിട്ടുന്നു എന്ന് കേട്ട് നിങ്ങൾ വാങ്ങിയാൽ വീട്ടിൽ ഇതിനകം ഒരു വാച്ച് ഉണ്ടെങ്കിൽ പോലും അത് വാങ്ങുന്നു. നമ്മൾ ചിന്തിക്കുന്നില്ല, ഇതെല്ലാം ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല, മറിച്ച് കമ്പനിക്കാണ് ലാഭം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളിൽ വീഴരുത്. ഇതാണ് ദാരിദ്ര്യത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും വലിയ കാരണം. ഏകാന്തതയിൽ നാം നമ്മെ തന്നെ തിരിച്ചറിയുന്നു. ആ തിരിച്ചറിവാണ് നമുക്ക് സാമ്പത്തികമായും പിന്നാക്കം നിൽക്കാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കരുത്ത് നൽകുന്നത്. ഇതെനിക്ക് അത്യാവശ്യമാണോ എന്ന് സ്വയം ചോദിക്കാനുള്ള ശക്തിയാണത്. നിങ്ങളുടെ ധനകാര്യങ്ങളുടെ നിയന്ത്രണം മറ്റുള്ളവരുടെ കയ്യിലല്ല, നിങ്ങളുടെ വിവേകത്തിലാണ്. ജീവിതത്തിൽ വിജയിക്കാൻ, സാമ്പത്തികമായി ഉയരാൻ ഈ 3 കാര്യങ്ങൾ ഓർക്കുക. 1. ഒറ്റയ്ക്കിരിക്കുക, ചിന്തിക്കുക. ആൾക്കൂട്ടത്തിന്റെ ശബ്ദത്തിൽ നിന്നകന്ന് നിങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ കണ്ടെത്തുക. 2. മറ്റുള്ളവർക്ക് വേണ്ടി വാങ്ങാതിരിക്കുക. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ ആസ്തികളിൽ ചെലവഴിക്കുക, അല്ലാതെ പ്രകടന ചിലവുകളിലല്ല. 3. നിക്ഷേപം ലക്ഷ്യമാക്കുക. ഓരോ രൂപ ചെലവഴിക്കുന്നതിനു മുമ്പും അതിനെ എങ്ങനെ നിക്ഷേപമാക്കി മാറ്റാമെന്ന് ചിന്തിക്കുക. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമായി? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഒരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.